I will retire at the right time. August 2027. വളരെ നാടകീയമായ രീതിയിൽ ഇന്ത്യയിലെ ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഖർ രാജിവെച്ചു. മുൻകൂട്ടി ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ താൻ രാജിവെക്കുന്നുവെന്ന് രാജിക്കത്തെഴുതി ഇന്ത്യൻ പ്രസിഡന്റ് നൽകിയതിന് ശേഷമാണ് ഈ വസ്തുതകളെക്കുറിച്ച് ലോകമറിയുന്നത്. അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെന്നാണ്. പക്ഷെ എന്നാൽ പ്രതിപക്ഷ നേതാക്കളടക്കം എല്ലാവരും അദ്ദേഹം തൊട്ട് തലേ ദിവസം വരെ വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പാർലമെൻറ്റ് ചേരുന്നതിന് മുന്നോടിയായിട്ട് വിവിധ കക്ഷി നേതാക്കന്മാരുടെ സമ്മേളനവും വിളിച്ചിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ചൊഴിയുന്നത്. ഈ രാജിയുടെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെയായിട്ടും വ്യക്തമല്ല. അദ്ദേഹം പറയുന്ന അനുസരിച്ചാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ആ തലേ ദിവസം വരെ വളരെ ആക്റ്റീവായിട്ട് നിന്ന ആളാണ്. നമ്മൾ ഇതുവരെയായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ഒന്നും കേട്ടിട്ടുമില്ല. ശ്രീ ജഗ്ദീപ് ധൻഖർ വളരെ മുതിർന്ന സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം 79-ൽ രാജസ്ഥാനിൽ അദ്ദേഹം അഭിഭാഷകനായി പ്രവൃത്തി ആരംഭിക്കുകയും പിന്നീട് അവിടെ ഹൈക്കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി വരെ എത്തിച്ചേർന്ന വ്യക്തിയാണ്. പിന്നീട് 1990-ൽ അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് ലോക്സഭാ അംഗമാവുകയും ജനതാ ദളിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വിജയിച്ച് MP ആവുകയും ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം 91-ൽ അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹം ഇൻ്റർനാഷണൽ കോൺഗ്രസിൽ ചേരുകയും രാജസ്ഥാനിൽ നിന്ന് തന്നെ മത്സരിച്ചിട്ട് അജ്മീർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ട് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ആളാണ്. അദ്ദേഹം 2003-ലാണ് BJP-യിലേക്ക് ചേക്കേറുന്നത്. അതിനുശേഷം അദ്ദേഹം രാജസ്ഥാനിൽ വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ബംഗാളിലെ ഗവർണറായിട്ട് അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ബംഗാളിലെ ഗവർണറായിരുന്ന കാലഘട്ടം 2019 മുതൽ അദ്ദേഹം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന 2022 വരെ മമതാ സർക്കാരുമായിട്ടുള്ള വലിയ പോരുകൾക്ക് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ മമതാ സർക്കാരും ഗവർണറും രണ്ട് പക്ഷത്തു നിന്നുള്ള വലിയ യുദ്ധങ്ങൾക്കാണ് നമ്മൾ അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്, ബംഗാൾ സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ അദ്ദേഹം അതേസമയം വളരെ വ്യക്തമായി തന്നെ BJP രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്ന ആളാണ്. അദ്ദേഹത്തെ 2022-ൽ അദ്ദേഹം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉപരാഷ്ട്രപതി ആയതിനു ശേഷവും ആദ്യഘട്ടത്തിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിൻ്റെ വലിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവരണമെന്ന് പോലും ഇന്ത്യ സഖ്യകക്ഷികൾ ആലോചിക്കുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ പലപ്പോഴും പ്രതിപക്ഷത്തെ പൂർണ്ണമായി നിശബ്ദരാക്കിക്കൊണ്ടാണ് അദ്ദേഹം രാജ്യസഭ നിയന്ത്രിച്ചിരുന്നത്. ഈ അടുത്ത കാലത്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത അസ്വാരസ്യങ്ങളുടെ പേരിൽ അദ്ദേഹം കൂടുതൽ പ്രതിപക്ഷമായിട്ട് അടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രതിപക്ഷമായിട്ട് അടുക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ജനതാദളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളുമായിട്ട് അദ്ദേഹത്തിന് അല്ലാത്ത ബന്ധമുണ്ട്. അപ്പോൾ
അതുപോലെ തന്നെ അദ്ദേഹം ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള വലിയ പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ പറ്റിയും അദ്ദേഹം വിഭിന്നമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതായി സംഭവിച്ചു. കണക്കിൽപ്പെടാത്ത വലിയ പണം കണ്ടെത്തിയ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്ന നിലപാടിലും ജഗ്ദീപ് ധൻഖർ ഉറച്ചു നിന്നിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഭരണകക്ഷിയിൽ അങ്കാലപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം പ്രതിപക്ഷത്തോട് കൂടുതൽ രാഷ്ട്രപതി അടുക്കുന്നു എന്നുള്ള ഒരു വിമർശനം ഭരണകക്ഷിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അംഗീകരിച്ചതിൻ്റെ പേരിൽ ധൻഖറും അതുപോലെ ഈ ഭരണകക്ഷിയും തമ്മിൽ വലിയ ഭിന്നതയുണ്ടായിരുന്നെന്നും അത് രൂക്ഷമായ വാക്കുതർക്കത്തിൽ കലാശിക്കുകയും ആ വാക്കുതർക്കത്തിൻ്റെ ഫലമായാണ് അദ്ദേഹം ഈ രാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നതെന്നാണ് അറിയുന്ന കാര്യങ്ങൾ. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുറമേ നിന്ന് കാണുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ശുഭകരമല്ല കേന്ദ്ര സർക്കാരിൽ എന്ന ഒരു പ്രതീതിയാണ് ഈ രാജി കൊണ്ടുവരുന്നത്. കാരണം നേരത്തെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തീരുമാനമാവാതെ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ധൻഖറിൻ്റെ രാജിയും വരുന്നത്. അപ്പോൾ എല്ലാം ഭദ്രമല്ല എന്നൊരു സന്ദേശമാണ് ഈ വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്.